ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും മുനമ്പത്തെ മനുഷ്യരുടെ ഭൂമിയുടെ പ്രശ്നം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് അവിടെ. ഇത് ശരിക്കും രണ്ടായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. വഖഫ് ബില്ല് വന്നതും മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ റൈറ്റിനകത്തോട്ടുള്ള സ്റ്റേറ്റിൻ്റെ കടന്നുകയറ്റവും എന്നുള്ള വിഷയം ഒരു ചർച്ചയായിട്ട് നടത്തുകയും വഖഫ് ബോർഡിനകത്ത് നിലവിലുള്ള എന്തെങ്കിലും നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ചർച്ചയുമായിട്ട് നടത്തേണ്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ചർച്ച നടത്തുന്നതുകൊണ്ടേ രണ്ടിൻ്റെ ഇടയിലും ഈ മനുഷ്യരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഈ ചർച്ച എങ്ങും എത്തില്ല. ഇത് ഓരോന്നായിട്ട് ചർച്ച ചെയ്യണം. ആദ്യം വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചും മുസ്ലിങ്ങളുടെ ഇടയിലോട്ട് അല്ലെങ്കിൽ മുസ്ലിം മത നിയമങ്ങൾക്കകത്ത് വരുന്ന പരിപാടികൾക്കകത്തോട്ട് സ്റ്റേറ്റ് കുത്തിക്കയറ്റി പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതൊരെണ്ണവും ഈ മത നിയമങ്ങളുടെ അകത്തുള്ള വഖഫ് ബോർഡിനകത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറൊരു ചർച്ചയും മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് വേറൊരു ചർച്ചയുകൊണ്ട് നടക്കണം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. വെറുതെ ചർച്ചയാണെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പീസ് ഔട്ട്.